نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണടാ മക്കളെ മൂന്നാക്കിയതാട്ടോ അവിടെ. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ? നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടോ? അല്ലേ? ഞാൻ ചെറുങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം കൊണ്ട് വന്നതാണ്, ചാടി വന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വേഗം ചാടി വന്നതാണ്. ഓക്കെ, റെഡി? തുടങ്ങാം മക്കളെ. സെറ്റ് അല്ലേ? തുടങ്ങിക്കൂടെ? മലയാളത്തിന്റെ ഓണം എക്സാം മൂന്നാം ക്ലാസ്സിന്റെ ഓണപരീക്ഷയുടെ മലയാളത്തിന്റെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? ഈ ഒരു ചോദ്യ പേപ്പർ നമ്മൾ ചർച്ച ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഓണം എക്സാം അടിപൊളിയാകും. അതാണ് ഓണം എക്സാം അടിപൊളിയാകും. ഓണം എക്സാം സെറ്റ് ആകും. റെഡിയാണോ നിങ്ങൾ? നമ്മൾ ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് സ്റ്റാറ്റസ് വെക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നീട് മക്കളൊരു കാര്യം, നമ്മുടെ ഈ ഒരു വാട്സപ്പിന്റെ സംഭവം ഉണ്ടല്ലോ, വാട്സപ്പിന്റെ ചാനലിന്റെ ലിങ്ക് നമ്മൾ മുകളിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാവരും ഇപ്പൊ തന്നെ വാട്സപ്പിന്റെ ഒരു ലിങ്ക് നമ്മൾ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ആ ഒരു ചാനലിലേക്ക് പ്രവേശിക്കാം. അതിലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതിൽ നമ്മുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ വരുമ്പോൾ മക്കളെ വേഗം അതിലില്ലാത്തവരൊക്കെ വേഗം നമ്മുടെ വാട്സപ്പിലെ ചാനലിലേക്ക് ഒന്ന് വന്നേ. വേഗം എല്ലാവരും മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടതാ ഇവിടെ മുകളിൽ കാണുന്നില്ലേ? മുകളിൽ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? അതാ മുകളിൽ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾക്ക് വരാം. എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. മുകളിൽ ഒരു ഫോളോ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. എല്ലാവരും നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡിയാണോ നിങ്ങൾ? സെറ്റ് അല്ലേ? പവർ ആണോ അല്ലെ? വന്ന കുട്ടികളൊക്കെ എന്നാൽ ഓരോരോ പവർ ഇട്ട് കാണിച്ചേ, ഓരോ ഫയർ ഇട്ട് കാണിച്ചേ. ഫയർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതാ ഞാൻ ഇട്ട് കാണിച്ചത്, അതാ നോക്കൂ. ഫയർ ഇട്ട് കാണിച്ചേ. വന്ന കുട്ടികൾ എല്ലാവരും ഓരോരോ ഫയർ ഇട്ട് കാണിച്ചേ. സെറ്റ് ആണെങ്കിൽ ഓരോ ഫയർ ഇട്ട് കാണിക്കടാ. ഹാജറ ഗഫൂർ ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ എപ്പോഴേ ചെയ്തിട്ടുണ്ട്. അടിപൊളി. എല്ലാവരും ഓരോ ഫയർ ഇട്ട് കാണിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടുതൽ നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, കാരണം നാളെ സ്കൂൾ ഉണ്ട് അല്ലെ? സ്കൂളിൽ പോകണം. അപ്പൊ വേഗം കിടന്നുറങ്ങണം. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്ത് തന്നെ ആയാലും ഈ ക്ലാസ് കഴിയാണ്ടിന്റെ മക്കൾ ഒരാളും പോവാൻ പാടില്ല. ഈ ക്ലാസ് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. നിർബന്ധമാണ്, അത് ഇരിക്കണം. ഇത് കഴിയുന്നത് വരെ നിങ്ങൾ ഇരിക്കണം. നമുക്ക് അടിപൊളിയാക്കി സെറ്റാക്കി ബോറടിക്കാത്ത രീതി നമുക്ക് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തരാം. റെഡി? പവർ കാണിക്കടാ എല്ലാവരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ മാത്രമായിരിക്കും ഇതിൽ കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത് കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ പറ്റൂ. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ നിങ്ങൾ കാണാനേ പാടില്ല. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ താഴെ നിങ്ങൾ കമന്റ് ഇടുക. ഓരോരോ ഫയർ ഇട്ട് കാണിക്കടാ. ഫയർ ഇട്ട് കാണിക്ക്. പൊളിക്കട്ടെ. എനിക്കൊരു ആവേശം വരാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കാൻ. എനിക്കൊരു ആവേശം വരണ്ടേ? ആ ഒരു ആവേശം വരണമെങ്കിൽ നിങ്ങൾ ഓരോ ഫയർ ഇട്ട് നിങ്ങൾ കാണിക്കണം. കാണിച്ചേ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓണം എക്സാം ക്ലാസ് 3 മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ നമ്മുടെ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഷമീൽ തറോൽ, SHAMEEL ഷമീൽ തറോൽ എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ പേജ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, അടിപൊളിയാക്കുക, സെറ്റ് ആക്കുക. നമ്മുടെ റീലുകൾ, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സെറ്റ് ചെയ്യാം. റെഡി? നേരെ നമ്മൾ പോവാണ്. തുടങ്ങട്ടെ. ഇനി കൂടുതൽ നമ്മൾ ലാഗ് ആക്കുന്നില്ലടാ. ലൈക്ക് കുറവാണല്ലോടാ. ഒരു ലൈക്ക് കൂടെ ഇട്ടെ. നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ഇല്ലടാ, ലൈക്ക് ബട്ടൺ, അത് ലൈക്ക് കൂടെ ഇട്ടെ. എല്ലാവരും ഓരോ ലൈക്കും കൂടെ ഇട്ടെ. എന്നാൽ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടുതൽ നമ്മൾ ബോറടിപ്പിച്ച് എന്തൊക്കെയോ പറയുന്നില്ല. ഓരോ ലൈക്കും കൂടെ എല്ലാവരും വന്നവരൊക്കെ ഓരോ ലൈക്ക്. കമോണ്ടാ. നേരെ നമ്മൾ പോവാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലടാ? യെസ്, സൗണ്ട് ഒക്കെ ക്ലിയർ ആണ്. നേരെ നമ്മൾ പോവാണ്. ഉത്തരം എഴുതുക എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഗദ്യഭാഗം വായിച്ച് ഇതേപോലെയുള്ള ഒരു ചോദ്യം ഓണപരീക്ഷയ്ക്ക്, എന്റെ പൊന്നുമക്കളെ, ചക്കരമക്കളെ, ഇതേപോലെയുള്ള ഒരു ചോദ്യം ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗദ്യഭാഗം വായിച്ചിട്ട് അതിന്റെ ഉത്തരം എഴുതുക എന്ന് പറയുന്നത് ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അത് വരൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗദ്യഭാഗം വായിച്ചിട്ട് അതിന് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നമുക്ക് ഉണ്ടാവും. എത്ര ചോദ്യങ്ങൾ? 5 ചോദ്യം. അങ്ങനെ തന്നെ അല്ലേ പറയാ ഹിന്ദിയിൽ? പാഞ്ച് നല്ലടാ ഹിന്ദി പറയാ അല്ലേ? റെഡി അല്ലേ? പാഞ്ച് എന്നല്ലേ പറയാ? 5 5 അല്ലെ? അറബിയിലെ ഹംസ എന്നാ പറയാ, ഇംഗ്ലീഷിൽ 5 എന്നാ പറയാന്ന് എനിക്കറിയാം. പക്ഷെ
എന്നാലും ഇംഗ്ലീഷിൽ അറബി ഹിന്ദിയിൽ എന്താ പറയാന്നുള്ള ചെറിയൊരു സംശയം ഉണ്ട്. എന്നാലും മണ്ടിയില്ല പോട്ടെ. റെഡി? സെറ്റാണോ? ഓക്കെ അല്ലടാ? അങ്ങനെയുണ്ട്? സെറ്റല്ലേ? എന്നെ കാണാൻ രസമൊക്കെ അല്ലേ? രസമല്ലേ എന്നെ കാണാൻ അല്ലേ? രസമുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞേട്ടോ എന്നെ കാണാനൊക്കെ. റെഡി? ആർക്കാ ഹായ് പറയേണ്ടത്? ഷിത ഹായ്ടാ. സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖാണ്. നമ്മൾ നേരെ തുടങ്ങുകയാണെടാ. യെസ്, ക്ലിയർ ആണ്. റെഡി? തുടങ്ങുകയാണ്. ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് മക്കളെ ഇവരൊരു ഗദ്യ ഭാഗം കൊടുത്തിട്ടുണ്ട്. മക്കളെ ഇതേപോലെയുള്ള ഒരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇനിയും പിന്നെ പറയണ്ടല്ലോ, എന്നാ പിന്നീട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. റെഡി? ടോൾസ്റ്റോയിയുടെ മുന്തിരിങ്ങ എന്ന കഥ കൂട്ടുകാർ പഠിച്ചല്ലോ. മക്കളെ ഒരു കാര്യം ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ഗദ്യഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. എത്ര മണിക്കൂറാണ് ഉണ്ടാവുക? 2 മണിക്കൂറാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ആ 2 മണിക്കൂർ ഇങ്ങനെയുള്ള ഗദ്യഭാഗം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ വായിച്ചു നോക്കുക. നന്നായിട്ട് വായിച്ചു. ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വായിക്കുക, പിന്നെ ഒന്നുകൂടി വായിക്കുക. അങ്ങനെ കിട്ടി. അതായത് ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഗദ്യഭാഗം ഫുള്ള് വായിക്കാം. 2 മണിക്കൂർ പരീക്ഷ തീരുന്നവരെ ഒന്നാമത്തെ ചോദ്യം മാത്രം വായിക്കാം. വേറെ ചോദ്യങ്ങളൊന്നും വായിക്കരുത് കേട്ടോ. അങ്ങനെയാണ് 5 മാർക്ക് കിട്ടും, തോറ്റും പോകും മലയാളത്തിൽ. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും എന്താടാ ഒരു 2-3 പ്രാവശ്യം വായിക്കുക. വായിച്ചിട്ട് ഈ സാധനം മനസ്സിലാക്കുക, തലയെ കയറ്റി വെക്കുക കേട്ടോ. ഇത് മാത്രം ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഈ ഗദ്യഭാഗം വായിക്കുമ്പോൾ പുരയിൽ ഉണ്ടാക്കുന്ന ബിരിയാണിന്റെ മന്തിന്റെ അതൊന്നും ഓർമ്മ ഉണ്ടാകുന്നത്. ഇതേ ഓർമ്മ ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടാ. അടിന്റെ അടുത്ത് കിട്ടും, കുത്തേക്ക് ഉണ്ടാവുക. ഓക്കെ റെഡി? ഗദ്യഭാഗം ഓക്കെ റെഡി? ടോൾസ്റ്റോയിയുടെ മുന്തിരിങ്ങ എന്ന കഥ കൂട്ടുകാർ പഠിച്ചല്ലോ. ഇതാ മറ്റൊരു മുന്തിരിങ്ങ കഥ. നല്ല പഴുത്ത മുന്തിരിങ്ങയുടെ മണം. കൊതിയൻ കുറുക്കന് സന്തോഷമായി. അവന്റെ വായിൽ വെള്ളമൂറി. അവൻ പമ്മി മുന്തിരിത്തോട്ടത്തിലെത്തി. മുന്തിരിക്കുലയെല്ലാം വളരെ ഉയരത്തിലാണ്. എങ്ങനെ കിട്ടും? കുറുക്കന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. കൊതിയാണെങ്കിൽ അടക്കാനും വയ്യ. അവൻ മുന്തിരിക്കുലയ്ക്കു നേരെ പലവട്ടം ചാടി. എത്ര ചാടിയിട്ടും രക്ഷയില്ല. അവസാനം നിരാശനായ അവൻ സ്വയം പറഞ്ഞു, മുന്തിരിക്ക് ഭയങ്കര പുളിയാണ്. അല്ലേ? നമുക്ക് അറിയുന്ന ഒരു കഥയാണ് അല്ലേ? നമ്മൾ പഠിച്ച നമ്മുടെ അറിയുന്ന ഒരു കഥയാണിത്. റെഡി? ഹായ് ഇവാനിയൊക്കെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ആരൊക്കെ ഹായ് പറയാനൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ വിട്ടുപോടാം, ചിലപ്പോൾ വിട്ടുപോകും കേട്ടോ. ചിലപ്പോൾ വിട്ടുപോകും. റെഡി? ഓക്കെ, നമുക്ക് നേരെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ പ്രവർത്തനം 1 ഉത്തരം എഴുതുകയാണ്. ചെറിയൊരു ഗദ്യഭാഗമാണ്. മുന്തിരിങ്ങയുടെ ഒരു ഗദ്യഭാഗമാണ് കൊടുത്തത് അല്ലെ? മുന്തിരിങ്ങയുടെ ഒരു ഗദ്യഭാഗമാണ് കൊടുത്തത്. ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ നമ്മുടെ വായിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റുക. എന്താണ് ചോദ്യം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യം കണ്ട ഉത്തരം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ചോദ്യം കണ്ട ഉത്തരം എഴുതാൻ വേണ്ടി പറ്റണം. എവിടെ ഹായിടാ ഫാദി? റെഡി? പതുങ്ങി എന്ന അർത്ഥത്തിൽ കഥയിൽ പ്രയോഗിച്ച പദം ഏതാണ്? വേഗം പറഞ്ഞോ. എത്തും പിടിയും, പമ്മി, വെള്ളമൂറി, അടക്കാൻ വയ്യ. ഇതിൽ ഏതാണ്? പതുങ്ങി എന്ന അർത്ഥത്തിൽ കഥയിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ പ്രയോഗിച്ച പദം ഏതാണ്? അത് പറയടാ. പ്രയോഗിച്ച പദം ഏതാണ്? വേഗം പറഞ്ഞു. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഇതിൽ ഏതാണ് പതുങ്ങി എന്ന അർത്ഥത്തിൽ കഥയിൽ പ്രയോഗിച്ച പദം ഏതാണ്? പതുങ്ങി. വെറുതെ തെറ്റ് വിളിച്ച് പറയരുത്. തെറ്റ് വിളിച്ച് പറയാൻ പാടില്ല. തെറ്റ് വെറുതെ വിളിച്ച് പറയാൻ പാടില്ല. ശ്രദ്ധിക്കണം. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യം ശ്രദ്ധിക്കണം. എന്താ ചോദ്യം? പതുങ്ങി എന്ന അർത്ഥത്തിൽ കഥയിൽ പ്രയോഗിച്ച പദം ഏത്? പതുങ്ങി എന്നുള്ള കഥയിൽ പ്രയോഗിച്ച പദം ഏതാ? എത്തും പിടിയാണോ? എത്തും പിടിയോ എന്ന് പറഞ്ഞാൽ പതുങ്ങിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഏതാ അത്? പമ്മി. ഉത്തരം ഏതാ? പമ്മി ആണോ? പമ്മി എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്. വായിൽ വെള്ളമൂറി എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? വായിൽ വെള്ളമൂറി എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? നിരാശനായി, ദാഹം കൊണ്ട് വലഞ്ഞു, ക്ഷീണിതനായി, കൊതിയായി. ഏതാണ്? ഓപ്ഷൻ എ ആണോ? എ നിരാശനായി, ബി ദാഹം കൊണ്ട് വലഞ്ഞു, സി ക്ഷീണിതനായി, ഡി കൊതിയായി. പറയണ മക്കളെ, വേഗം പറ. ഇതിൽ ഏതാണ്? വേഗം പറഞ്ഞോ. എ നിരാശനായി, ബി ദാഹം കൊണ്ട് വലഞ്ഞു, സി ക്ഷീണിതനായി, ഡി കൊതിയായി. വേഗം പറഞ്ഞോ. ഉത്തരം വേഗം പറഞ്ഞോ. ഏതാണ് ഉത്തരം? വേഗം പറയടാ മക്കളെ, വേഗം പറ. ഏതാണ്? യെസ്. ഷഹാനം.
സുനീറ അല്ലേ, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, അനസ് പറയുന്നുണ്ട്, ഹിദാഷ് പറയുന്നുണ്ട് അല്ലെ, സുബീന പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഉത്തരം ഏതാ? ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്, കൊതിയായി. വായിൽ വെള്ളമൂറി എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താ? കൊതിയായി എന്നുള്ളതാണ്. നേരെ പോവാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ പറയുന്നവയിൽ കഥയിൽ ഇല്ലാത്ത വാക്ക് ഏത്? പലവട്ടം, സന്തോഷമായി, പഴുത്ത, കലശലായ. പലവട്ടം, സന്തോഷമായി, പഴുത്ത, കലശലായ. ഇത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഗദ്യഭാഗം നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇതിൽ പലവട്ടം ഉണ്ടോ എന്നുള്ളത് നോക്കുക. പലവട്ടം എന്നുള്ളത് ഉണ്ടോ നോക്കുക. ആദ്യത്തത് പലവട്ടമാണ്. പലവട്ടം എന്നുള്ളത് എവിടെയോ കാണുന്നുണ്ടോ നോക്കുക. നമ്മൾ പലവട്ടം കാണുന്നുണ്ടോ നോക്കുക. പലവട്ടം എന്നുള്ളത് ഇവിടെയുണ്ട്, പലവട്ടം അവിടെയുണ്ട് അല്ലെ. ഇനി അടുത്തത് സന്തോഷമായി എന്നുള്ളതാണ്. സന്തോഷമായി എന്നുള്ളത് നോക്കുക നമുക്കുണ്ടോ എന്നുള്ളത്. സന്തോഷമായി ഇവിടെ സന്തോഷമായി ഉണ്ട്. ഇനി അടുത്തത് ഏതാ? അടുത്തത് പഴുത്താണ്. പഴുത്ത ഉണ്ടോ നോക്കാം. പഴുത്തത് ഉണ്ടോ നോക്കാം. പഴുത്ത ഉണ്ട്. റെഡി. ഇനി അടുത്തത് ഏതാ? കലശലായ. കലശലായ ഉണ്ടോ നോക്കാം നമുക്ക്. ഇവിടെ കലശലായ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. കലശലായ കാണുന്നുണ്ടോ? ഇല്ല, കലശലായ കാണുന്നില്ല. അപ്പൊ ഏതാണ് ഉത്തരം വരുന്നത്? അതിൻ്റെത് കലശലായ. കണ്ടോ? കലശലായ. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. സ്വയം പറഞ്ഞു എന്നതിന് പകരം ഉപയോഗിക്കാവുന്നത് തനിയെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, പതുക്കെ പറഞ്ഞു, പിറുപിറുത്തു. സ്വയം പറഞ്ഞു എന്നതിന് പകരം ഉപയോഗിക്കുന്നത് ഏതാണ്? തനിയെ പറഞ്ഞാണോ, ഉറക്കെ പറഞ്ഞാണോ, പതുക്കെ പറഞ്ഞാണോ, പിറുപിറുത്തു ആണോ? ഏതാണ് ഉത്തരം? പറഞ്ഞോ ഉത്തരം പറഞ്ഞു. ഇത് വളരെ ഈസിയാണ്. ഏത് മക്കൾക്കും ഈ ഒരു സംഭവത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അജാതി സിമ്പിൾ ക്വസ്റ്റ്യൻ. വേഗം പറഞ്ഞോ. ഏതാണ് ഓപ്ഷൻ? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? പറയടാ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ വരുന്നത് യെസ്. നിങ്ങൾ പറയുന്ന ഉത്തരം ശരിയാണ്. തനിയെ പറഞ്ഞു എന്നാണ് വരുന്നത് അല്ലെ. ഇനി അടുത്തത്, ഈ കഥയ്ക്ക് യോജിക്കുന്ന പഴഞ്ചൊല്ല് താഴെ കൊടുത്തതിൽ ഏതാണ്? എടുത്തുചാട്ടം മിടുക്കു കാട്ടാൻ, എടുകുടുക്കേ ചോറും കറയും അല്ലെ, കിട്ടാത്ത മുന്തിരി പുളിക്കും, എങ്ങനെ വീണാലും മൂക്കും മേലെ. ഇതിലേതാ നമുക്ക്? അതും കൂടെ ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഏതാടാ വരിക? കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലെ. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളതാണ് വരുന്നത് അല്ലെ. കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലെ. ഉത്തരം നമുക്ക് നോക്കാം. ഇതാണ് ഉത്തരം. ഒന്നാമത്തെ ഉത്തരം പമ്മിയാണ്. രണ്ടാമത്തത് കൊതിയായി. മൂന്നാമത്തത് കലശലായ. നാലാമത്തത് തനിയെ പറഞ്ഞു. അഞ്ചാമത്തത് കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? വെറുതെ കുറെ ആൾക്കാർ, ഇതാണ് പ്രശ്നം. എന്താ പ്രശ്നം എന്നറിയാം? ഞാനിപ്പോ ഇതിൽ തന്നെ കണ്ടു കുറെ ആൾക്കാർ വെറുതെ എന്താ, അതായത് ചോദ്യം എന്താന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല. അതെന്താ ശ്രദ്ധിക്കാതെ? ചോദ്യം എന്താന്നുള്ളത് വെറുതെ ആട്ടങ്ങ് തെറ്റിക്കുക. അങ്ങനെയുള്ള മക്കളുണ്ട്. അങ്ങനെയുള്ള മക്കളെ നന്നായിട്ട് വായിച്ചു നോക്കുക. ചോദ്യം എന്താണ്? ചിലപ്പോ ശരിയായതേത്, തെറ്റായതേത് എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം. നിങ്ങൾ എങ്ങനെ ഉണ്ടോ കുഴക്കാന് ആ രീതി ചോദ്യം ചോദിക്കും. നമ്മളതിലൊന്നും ബേക്കോട്ട് പോല. നമ്മൾ എന്താണോ പഠിച്ച നമ്മൾ എഴുതുന്ന് വെച്ചാൽ നമ്മൾ എഴുതും. ഉറപ്പാണ്. അങ്ങനെ ഒന്നും നമ്മളെ പറ്റിക്കാൻ നോക്കൂല. നിങ്ങൾ പറ്റിക്കപ്പെടരുത് ഒരിക്കലും. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പരമാവധി ചോദ്യം ഉണ്ടാക്കുന്നവർ നമ്മളെ അവരതിനു വേണ്ടിയാമല്ലോ മെനക്കെടുക. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പറ്റിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ നന്നായിട്ട് എഴുതി കൊടുക്കണം. അതായത് പരീക്ഷയാണ്. നിങ്ങൾക്ക് അറിയുന്ന ഒന്നായിരിക്കും. അറിയാത്ത ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം. നമുക്കത് എഴുതാം. പുറത്തുനിന്ന് ചോദ്യങ്ങൾ വരാം. അതെന്ത് ചെയ്യും? നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെടുത്തി നമ്മൾ എഴുതും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 3-ൽ എത്തിയില്ലേ? അപ്പൊ ഈ ഒരു സാധനം തെറ്റിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലോണം എൻ്റെ അടുത്ത് അടിയായി എനിക്ക് കിട്ടും എൻ്റെ അടുത്തത്. കാരണം എന്താ വെച്ചാൽ അത്രയും എളുപ്പമുള്ള സാധനം. കുറെ ആൾക്കാർ വെറുതെ എന്തൊക്കെയോ അങ്ങോട്ട് വിളിച്ചു പറയാം വെറുതെ. ചോദ്യം ശ്രദ്ധിക്കാൻ എന്റെ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വായിച്ചു നോക്കുക. അതിന്റെ ഉത്തരം എന്താന്നുള്ളത് മനസ്സിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് വരുത്തുക. 1-2-3 പ്രാവശ്യം ചിന്തിച്ചിട്ട് ഉത്തരം എഴുതുക. 2 മണിക്കൂർ ഇല്ലടോ, കയ്യൂല ഇതൊക്കെ സെറ്റ് പോവാണ്. നമ്മുടെ അടുത്തേക്ക് നമ്മൾ പോവാണ്. പത്രവാർത്ത തയ്യാറാക്കാൻ. മക്കളെ, ഒരു പത്രവാർത്ത എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്? ഒരു പത്രവാർത്ത നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ തലക്കെട്ട് എങ്ങനെയായിരിക്കണം അതിന്റെ തുടക്കം? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം? ഇതൊക്കെ നമുക്കറിയാം എങ്ങനെ ഒരു പത്രവാർത്ത തയ്യാറാക്കാം. നമ്മുടെ 3-ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പത്രവാർത്ത തയ്യാറാക്കുക എന്നുള്ളത് ഇല്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ പഠിക്കണം, നിർബന്ധം. എന്താണ് പത്രവാർത്ത എന്നുള്ളത് നമ്മൾ നോക്കാം. കറുകപ്പുൽ മൈതാനത്ത് കാനനോത്സവം നടക്കുകയാണ്. ഫാഷൻ ഷോ, പാട്ടുത്സവം അല്ലെ. ഫാഷൻ ഷോ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ പാട്ടുത്സവം നടക്കുന്നുണ്ട്. പിന്നെന്താ, പാട്ട് മത്സരം നടക്കുന്നത്, നൃത്തം നടക്കുന്നുണ്ട്.
അമറൽ മത്സരം നടക്കുന്നുണ്ട് തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിച്ചു. ചിന്നക്കുയിൽ കൺവീനറായി. ഈ പരിപാടിയെ കുറിച്ച് പിറ്റേ ദിവസത്തെ വനശബ്ദം പത്രത്തിൽ വന്ന വാർത്ത തയ്യാറാക്കുക. പാഠഭാഗത്തെ സൂചനകൾ കൂടി പ്രയോജനപ്പെടുത്തുമല്ലോ. ഈ പാഠഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. പലതരം കളികള് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ആരൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചു എന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇല്ലേ. അപ്പൊ ഈ കറുകപ്പുൽ മൈതാനത്ത് നടന്ന കാനനോത്സവവുമായി ബന്ധപ്പെട്ട് മക്കളെ നമ്മളോട് ഒരു പത്രവാർത്ത തയ്യാറാക്കാൻ വേണ്ടി പറയാം. നമുക്കത് തയ്യാറാക്കി കൊടുക്കാം. എങ്ങനെയാണ് ഒരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത്? ആദ്യം നമ്മൾ നല്ലൊരു തലക്കെട്ട് കൊടുക്കണം. എന്താണോ സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിപൊളി ഒരു തലക്കെട്ട്, സെറ്റ് തലക്കെട്ട്. അതായത് ഇപ്പൊ കാനനോത്സവമാണ് നടന്നത്. കാനനോത്സവത്തിന് നമ്മൾ ഏത് തലക്കെട്ടാ കൊടുക്കുക? കാനനോത്സവത്തിന് നമ്മൾ കൊടുക്കുക പെരുന്നാൾ ആഘോഷം ഉഷാറായി, അല്ലെങ്കിൽ പച്ചക്കറി കടക്ക് തീ പിടിച്ചു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടായി, അങ്ങനെയുള്ള സാധനമാണോ കൊടുക്കുക? അല്ല. എന്താണോ ഇവിടെ കൊടുത്തത്? കാനനോത്സവമാണ്. കാനനോത്സവത്തുമായി ബന്ധപ്പെട്ട തലക്കെട്ട് കൊടുക്കുക. കാണാം, നമുക്ക് ഒരു പത്രവാർത്ത നമുക്ക് കാണാം, നോക്കാം. റെഡി. കറുകപ്പുൽക്കാട്ടിൽ കാനനോത്സവം. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ കാനനോത്സവം ഗംഭീരമായി, അങ്ങനെ അല്ലെങ്കിൽ കാനനോത്സവം വ്യത്യസ്തമായി, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നല്ല നല്ല ആകർഷക തലക്കെട്ട് എന്ന് പറഞ്ഞാല് തലക്കെട്ട് കണ്ടാൽ അതിലേക്ക് ഒരു ആകർഷണം വേണം അല്ലെ. നമ്മൾ എന്തിനാ നല്ല കുപ്പായം പാൻറ്റും ഒക്കെ ഇടുന്നത്? ഞാനൊക്കെ അങ്ങനെ കുപ്പായം പാൻറ്റും ഒക്കെ ഇട്ട് നല്ല പാൻറ്റും കുപ്പായം ഒക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മേലോട്ടാക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് എന്റെ മേലൊരു ആകർഷണം വേണ്ടിയിട്ടാ അല്ലേ? വേണ്ടേ? എന്നെ കാണുമ്പോൾ ഒരു രസം വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ നല്ല കുപ്പായം പാൻറ്റും ഒക്കെ എന്തിനാ ഇടുന്നത്? നമ്മളെ നാലാള് നോക്കണം അല്ലെ, നല്ല വൃത്തിയിൽ നടക്കണം, അതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതുപോലെ തന്നെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താ? തലക്കെട്ടിന് ഒരു ആകർഷണം വേണം. അത് കണ്ടാൽ നമുക്ക് അത് വായിക്കാൻ തോന്നണം. അതാണ് കേട്ടോ മക്കളെ. അത് കണ്ടാൽ നമുക്ക് വായിക്കാൻ തോന്നണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ആകർഷണം, നല്ല ആകർഷകമായിട്ടൊരു തലക്കെട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പായം വേണ്ടൊന്നുള്ളതല്ല, നല്ല ആകർഷകമായിട്ടൊരു തലക്കെട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഏതാണോ സ്ഥലം ആ സ്ഥലം കൊടുക്കുക. കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് കൊടുക്കുക, കൊയിലാണ്ടി ആണെങ്കിൽ കൊയിലാണ്ടി കൊടുക്കുക, കൊച്ചി ആണെങ്കിൽ കൊച്ചി കൊടുക്കുക അല്ലെ. കോഴിക്കോടിലെ ഏതാണോ സ്ഥലം ആ സ്ഥലം കൊടുക്കുക. എവിടുന്നാണോ ഇത് നടന്നത് ആ സ്ഥലം കൊടുക്കുക. എന്നിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ആദ്യം ഒന്ന് പറയാം അല്ലെ. കറുകപ്പുൽക്കാട്ടിൽ ആഘോഷത്തിന്റെ പൂത്തിരി കത്തിച്ച് കാട്ടുകലോത്സവം അരങ്ങേറി. എന്താ കാര്യം എന്നുള്ളത് ആദ്യം പറഞ്ഞു അല്ലെ. എന്താണ് കാര്യം എന്നുള്ളത് ആദ്യം അങ്ങോട്ട് പറഞ്ഞു ചെറുതായിട്ട്. ഇനി അതിന്റെ വിശദീകരണമാണ്. ശ്രദ്ധിച്ചേ, അതിന്റെ വിശദീകരണമാണ് വരുന്നത്. ശ്രദ്ധിച്ചോ. സംഗീത ദിനത്തോടനുബന്ധിച്ചാണ് കാനനോത്സവം സംഘടിപ്പിച്ചത് അല്ലെ. അടുത്തത് കണ്ടോ, അടുത്ത തുടർച്ച കണ്ടോ. കലാമേളയുടെ അധ്യക്ഷത വഹിച്ചത് കുഞ്ഞിക്കുരുവിയും കൺവീനർ ചിന്നക്കുയിലുമായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടല്ലോ മക്കളെ. ഈ ഒരു സംഭവം ഇത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് എഴുതാം. ഈ സാധനം ഇത് ഇവിടെ എഴുതണമെന്നില്ല. ലാസ്റ്റ് വേണമെങ്കിൽ ലാസ്റ്റ് എഴുതാം. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ പോവാണ്. ഫാഷൻ ഷോ, നൃത്തം, അമറൽ മത്സരം തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കാനനോത്സവം എന്ന ആശയം അവതരിപ്പിച്ച കുഞ്ഞരിപ്രാവിനെ തളിരില അണിയിച്ച് സൂചിക്കുമ്പൻ ആദരിച്ചു. മക്കളെ, ഇതൊരു പത്രവാർത്തയുടെ ഒരു പത്രവാർത്തയുടെ ഒരു മോഡലാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്നെയും കൂട്ടിയെടുത്തോ. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. വേഗം എടുത്ത് വെച്ചോളൂ. ഇതേപോലെ ഒരു പത്രവാർത്ത നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തയ്യാറായി കൊടുക്കാം. വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് തയ്യാറായി കൊടുക്കാം. റെഡി പോട്ടെ പറയട്ടെ. സെറ്റാണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണോ? സെറ്റാണെങ്കിൽ എനിക്ക് എന്ത് വേണം? നമ്മുടെ സ്ഥിരം സാധനമായിട്ടുള്ള, എനിക്ക് എനർജി കൂടാനായിട്ടുള്ള ഒരു ഫയർ ഇട്ട് തരണം. സെറ്റാണെങ്കിൽ എനിക്ക് എനർജി കൂടാനായിട്ടുള്ള ഒരു ഫയർ എനിക്ക് ഇട്ട് തരണം. ഇട്ടുതാ എല്ലാരും ഇട്ടുതാ. ഫയർ ഇങ്ങനെ പറക്കട്ടെ. ഫയർ പറക്കട്ടെ. എല്ലാവരും എനിക്ക് ഓരോ ഫയർ ഇട്ടുതാ. എല്ലാവരും വേഗം ഒരു ഫയർ ഇട്ടുതാ. കമോൺ എവരിബഡി പ്ലീസ്, കമോൺ ഫയർ ഇട്ടുക. സെറ്റാണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണെങ്കിൽ നമ്മൾ 2 ചോദ്യങ്ങളും 2 ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. സെറ്റാണെങ്കിൽ എനിക്ക് ഓരോ ഫയർ ഇട്ടുവാടാ ചക്കര മക്കളെ. എന്താണ് ഇങ്ങനെ? എന്റെ പാട്ടൊക്കെ വരാനുണ്ട് അടുത്ത്. യെസ്, ഫയർ വരുന്നുണ്ട്. എന്റെ നെറ്റ് സ്ലോ ആയില്ലേ? ഫയർ വരുന്നുണ്ട്. സെറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നല്ല, ബാക്കി പറയട്ടെടാ. സെറ്റ്, ബാക്കി പറയട്ടെ. റെഡി? ഓക്കെ.
ഓക്കെ 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 എടാ നമ്മുടെ മുകളിൽ നമ്മുടെ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് അതായത് ചാനലിന്റെ ലിങ്ക് മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുക, അതിൽ ഫോളോ ചെയ്യുക, നമ്മുടെ കാര്യങ്ങളൊക്കെ അതിലാണ് വരിക കേട്ടോ. വാട്സപ്പ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മുകളിൽ കാണാൻ ടെക് കിഡ്സ് എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. വാട്സപ്പ് പോയിട്ട് വേഗം ഒന്ന് ഫോളോ ആക്കി വേഗം പോരി. റെഡി 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 നമ്മൾ വേറെ പോവാണ്. വിവരണം തയ്യാറാക്കാം മക്കളെ. ഇവിടെ ഒരു ചെറിയൊരു ചോദ്യം കൂടെ ഉണ്ട്. കൂട്ടത്തിൽ പെടാത്ത പദം ഏത് എന്നാണ്. വനം, കാനനം, കാട്, തരു. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ്. കൂട്ടത്തിൽ പെടാത്തത് തരുവാണ് കേട്ടോ. തരുവാണ് കൂട്ടത്തിൽ പെടാത്തത്. തരും അല്ലെ. ഓക്കെ റെഡി. നമ്മൾ നേരെ പോവാണ് മക്കളെ, നേരെ പോവാണ്. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. വിവരണം തയ്യാറാക്കാം അല്ലെ. ഈ രണ്ട് ഇത് രണ്ടല്ലല്ലോ, ഒന്നല്ലേ അല്ലെ. തുള്ളലാണ് അല്ലെ. നമ്മുടെ ആ ഒരു പാഠത്തിൽ നമ്മൾ കലാരൂപങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. പടയണിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇല്ലേ, പഠിച്ചു ഇല്ലേ. അതേപോലെ തുള്ളലിനെ പറ്റി നമ്മൾ പഠിച്ചല്ലോ അല്ലെ. തുള്ളൽ എത്ര വിധമാണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് അല്ലെ. തുള്ളൽ എന്ന കലാരൂപം എത്ര വിധമുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കലാരൂപത്തെ പറ്റി നമ്മളോട് ചോദിക്കാം അല്ലെ. ഇവിടെ തുള്ളലിനെ പറ്റിയിട്ടാണ് അല്ലെ. ഇവിടെ എന്തിനെ പറ്റിയാ ചോദിച്ചത്? ഇവിടെ നമ്മുടെ ഈ ഒരു കലാരൂപം എന്താണ്? ഈ തുള്ളലല്ല, എന്താണ് ഈ കലാരൂപം? ഇത് തുള്ളലല്ല, എന്താണ് ഈ കലാരൂപം എന്നുള്ളത് നമ്മൾ നോക്കാം അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ചിത്രങ്ങൾ നോക്കൂ. ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് വിവരണം തയ്യാറാക്കുക. ഇതൊരു കലാരൂപമാണ്, ഇത് മറ്റൊരു കലാരൂപമാണ് അല്ലെ. രണ്ടും രണ്ട് കലാരൂപമാണ്. ഒന്ന് തുള്ളൽ കൊടുക്കാം, അല്ലെങ്കിൽ കഥകളി കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കലാരൂപം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ അത് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം അല്ലെ. ഇവിടെ നമ്മൾ കഥകളിയെ പറ്റി നമ്മൾ എഴുതാനാണ് മക്കളെ. കഥകളിയെ പറ്റി നമ്മൾ എഴുതുകയാണ് അല്ലെ. കഥകളിയെ പറ്റി എന്താ നമ്മൾ എഴുതുന്നത്? കഥകളി അല്ലെ. ഒരു കേരളീയ കലാരൂപമാണ് കഥകളി. നമ്മൾ പഠിക്കുന്ന നിർബന്ധമാണ്. ഒരു കേരളീയ കലാരൂപമാണ് കഥകളി. കൊട്ടാരക്കര തമ്പുരാൻ രൂപം നൽകിയ രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. കഥാപാത്രത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് കഥകളിയിലെ വേഷവിഭജനം അല്ലെ. ഏതൊക്കെ വേഷങ്ങളാണുള്ളത്? പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ് കഥകളി വേഷങ്ങൾ അല്ലെ. ഇത് നിർബന്ധമായിട്ടും ഇത് നല്ല മാർക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് പച്ച, കത്തി, കരി, താടി. അതേപോലെ തന്നെ എവിടുന്നാണ് കഥകളിയുടെ രൂപം, എങ്ങനെയാണ് കഥകളി വന്നത്, അത് നമ്മൾ പഠിക്കണം, നിർബന്ധമാണ് മക്കളെ. അത് കഴിഞ്ഞിട്ട് അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട് എന്നിവയാണ് കഥകളിയുടെ ആരംഭത്തിലുള്ള പ്രധാന ചടങ്ങുകൾ. അതാണ് അല്ലെ. അപ്പൊ കഥകളിയെ പറ്റി ജസ്റ്റ് എന്ത് ചെയ്യാൻ നമ്മൾ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം, തുള്ളൽ എന്ന കലാരൂപം എത്ര എണ്ണം ഉണ്ട്? അതൊന്നും കൂടുതലൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. 3 എണ്ണം ഉണ്ട് എന്നുള്ളത് പച്ചക്ക് അങ്ങോട്ട് എഴുതാം. നമുക്ക് 3 എണ്ണം ഉണ്ട്. തുള്ളൽ എത്ര എണ്ണം ഉണ്ട്? തുള്ളൽ 3 എണ്ണം ഉണ്ട്. റെഡി ആണോ? റെഡി. അത് കഴിഞ്ഞ നേരം നമ്മൾ പോവാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കവിത പൂർത്തിയാക്കാം. ഇതേപോലെയുള്ള ഒരു ചോദ്യവും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. എന്ത് ചോദ്യമാണ്? കവിത പൂർത്തിയാക്കാം എന്നുള്ളൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. കവിത എന്തായാലും പൂർത്തിയാക്കാനുണ്ടാവും. പത്രവാർത്ത ഉണ്ടാവും, കവിത പൂർത്തിയാക്കാനുണ്ടാവും, വിവരണം തയ്യാറാക്കാനുണ്ടാവും, ഗദ്യഭാഗം തന്നിട്ട് ഉത്തരം എഴുതാനുണ്ടാവും, നോട്ടീസ് തയ്യാറാക്കാനുണ്ടാവും. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. സംഭാഷണം എഴുതാനുണ്ടാവും. ഒക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ കവിത എത്ര നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, എത്ര കവിത നമ്മൾ എഴുതിയിട്ടുണ്ട്. കവിത എഴുതുന്നതിന് നമുക്ക് എന്താ പ്രശ്നം? പറയും. ഒരു പ്രശ്നമില്ല കവിത എഴുതുന്നതിന്, ഒരു പ്രശ്നമില്ല. എത്ര 10 കവിതയാണ്, 10 കവിത നമ്മൾ എഴുതും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. റെഡി. ചാറി ചാറി പെയ്യുന്നുണ്ട് പുറത്ത് പെയ്യുന്നുണ്ട്. നിങ്ങളവിടെ മഴയുണ്ടോ? മഴയുണ്ടടാ? മഴയുണ്ടോ നിങ്ങളടുത്ത്? മഴയുണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടേ. മഴയുടെ ഒരു കമന്റ് ഇട്ടേ. മഴയുണ്ടോ? റെഡി. അപ്പൊ ചാറി ചാറി പെയ്യുന്നു, പാടത്തെല്ലാം പെയ്യുന്നു, മലയുടെ മുകളിൽ പെയ്യുന്നു, ഇടിയും മിന്നലും പൊടിപൂരം. എന്താണ് ചാറി ചാറി പെയ്യുന്നു, പാടത്തെല്ലാം പെയ്യുന്നു അല്ലേ. അതേപോലെ തന്നെ മലയുടെ മുകളിൽ പെയ്യുന്നു, ഇടിയും മിന്നലും പൊടിപൂരം അല്ലേ. യെസ്. ആരൊക്കെയോ സ്ഥലത്തൊക്കെ മഴയുണ്ട്. ഇവിടെ മഴയുണ്ട്. പുറത്തുനിന്ന് ചാറി ചാറി പെയ്യുന്നുണ്ട്, പാടത്തെല്ലാം പെയ്യുന്നുണ്ട്, താഴത്തെ പാടുണ്ട്, അവിടെ പെയ്യുന്നുണ്ട്, മലയുടെ മുകളിൽ മലയുണ്ട്, അതിന്റെ മുകളിൽ പെയ്യുന്നുണ്ട്, ഇടിയും മിന്നലും പൊടിപൂരം. അതില്ല. ഇടിയും മിന്നലുണ്ട്. ലൈവ് ഇപ്പൊ ഓഫാക്കാൻ വിടും ഉറപ്പ്. ഇതൊക്കെ പൊട്ടിത്തെറിക്കും ഇടിയും മിന്നലുണ്ടെങ്കിൽ. എന്റെ അമ്മോ. റെഡി. ഇവിടെ മഴയുണ്ടടാ. ഇവിടെ മഴയുണ്ട്. മഴയുടെ ഒച്ചൊക്കെ കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന്. റെഡി. അപ്പൊ നമ്മൾ നേരെ പോവാണ്. ഈ 4 വരിയാണ് നമ്മൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത്. 4 വരി. ഒരു കവിത തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കവിത അങ്ങനെ നോക്കി കുത്തിരിക്കാം. കവിതേ പോവല്ലേ, കവിതേ വാവോ, നീ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ 2-3 പാട്ടൊക്കെ പാടിയിട്ട് കവിതനെ ബോറടിപ്പിക്കാം. കവിത കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം? കവിത കിട്ടിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഗദ്യഭാഗം വായിക്കുന്നത് പോലെ കവിത 2-3 പ്രാവശ്യം വായിച്ചിട്ട് കവിതന്റെ ആശയം എന്താണ്? കവിതന്റെ ആശയം ഇവിടെ ഒരു മഴയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. മഴയുമായി ബന്ധപ്പെട്ടിട്ടാണ് കവിതന്റെ ആശയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കവിതന്റെ ആശയം കിട്ടി. ഇനി നമുക്ക് അതിന്റെ ഒരു ഈണമുണ്ട്, ഒരു താളമുണ്ട് ഇല്ലേ. ചാറി ചാറി പെയ്യുന്നു, പാടത്തെല്ലാം പെയ്യുന്നു, മലയുടെ മുകളിൽ പെയ്യുന്നു, ഇടിയും മിന്നലും പൊടിപൂരം അല്ലെ. ഒരു ഈണമുണ്ട്, ഒരു താളമുണ്ട്.
ഇത് നഷ്ടപ്പെടാത്ത രീതിയിൽ അക്ഷരത്തെറ്റില്ലാതെ നമ്മൾ എഴുതി കൊടുക്കുക. അതാണ് ഒരു കവിത കിട്ടി നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ മഴനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും സാധനത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റിനെ പറ്റിയിട്ട് എഴുതി അല്ലെങ്കിൽ പൂച്ചനെ പറ്റിയിട്ട് എഴുതി അല്ലേ. മ്യാവു മ്യാവു കരയുന്നു പൂച്ചക്കാര എങ്ങോട്ടാ കാച്ചിയ പാല് കുടിച്ചില്ലേ അമ്മ വരുമ്പോൾ ഓടിക്കോ അടി കിട്ടാതെ സൂക്ഷിച്ചോ മ്യാവ് മ്യാവ് മ്യാവ്. ആ എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടുമോ? ഇല്ല, കിട്ടൂല. ആ എഴുതി കൊടുത്താൽ ടീച്ചറെ രണ്ട് അടിയിട്ടു നോക്ക് പോടാന്ന് പറഞ്ഞിട്ട് എക്കോട്ടാണ് ആ പേപ്പർ അടിച്ച് ഇറങ്ങി ഫും പറഞ്ഞിട്ട് വിട്ടോ പറഞ്ഞിട്ട് എടുക്കാന്ന് വെച്ചാൽ പോയിക്കോ പൂച്ചന്റെ കയ്യിൽ പോയിക്കോ പറയും. അതൊന്നുമല്ല, നമുക്ക് എന്താണ് ഇവിടെ മഴയെ പറ്റിയാണ് കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ എഴുതി കൊടുക്കുക അല്ലെ. നോക്കൂ, വിത്തുകളെല്ലാം മുളയ്ക്കുന്നു, തവളകൾ ചാടി മതിക്കുന്നു, പുഴവെള്ളത്തിൽ പുതുവെള്ളത്തിൽ ചാടാൻ കുട്ടികൾ എത്തിപ്പോയി അല്ലെ. ഇതേപോലെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇതൊരു വേറെ രീതിയാണ് അല്ലെ, വേറൊരു വരികളാണ്. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ തോന്നുന്ന വരികൾ നിങ്ങൾക്ക് എഴുതാടാ മക്കളെ. ഇതുപോലെ ഓരോ കുട്ടിന്റെയും മനസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ഇവിടെ എന്താ, വിത്തുകളൊക്കെ മുളയ്ക്കുന്നു അല്ലെ, മഴയൊക്കെ പെയ്യുമ്പോൾ വിത്തുകളൊക്കെ മുളയ്ക്കുന്നു, തവളകൾ ചാടി മതിക്കുന്നു, പുഴവെള്ളത്തിൽ പുതുവെള്ളത്തിൽ ചാടാൻ കുട്ടികൾ എത്തിപ്പോയി അല്ലെ. മഴയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വിത്തുകൾ മുളയ്ക്കുന്നുണ്ട്, തവളകൾ ചാടുന്നുണ്ട്, പുഴവെള്ളത്തിൽ പുതുവെള്ളത്തിൽ ചാടാൻ കുട്ടികൾ എത്തിപ്പോയി അല്ലെ. അങ്ങനെയൊക്കെ പോയി ചാടി കുളിക്കുകയൊക്കെ ചെയ്യുന്നതില്ലേ മഴയുമായി ബന്ധപ്പെട്ടിട്ട്. മഴ പെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക, മഴയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെറ്റാണെങ്കിൽ എനിക്ക് ഓരോ ലൈക്ക് തരടാ മക്കളെ. ഓരോ ലൈക്ക് ഓരോ ലൈക്ക് തരൂ. സെറ്റാണെങ്കിൽ ഓരോ ലൈക്ക് തരൂ. വേഗം ഓരോ ലൈക്ക് തരൂ. നല്ല മഴ പെയ്യുന്നുണ്ടടാ, നല്ല മഴ പെയ്യുന്നുണ്ട്. ഉള്ളവരൊക്കെ ഓരോ ലൈക്ക് തന്നെ. സെറ്റാണെങ്കിൽ വന്നവരൊക്കെ ഓരോരോ ലൈക്ക്. മറ്റേ നമ്മുടെ വീഡിയോന്റെ ലൈക്ക് ഇല്ലേ അത് തന്നെ. കറണ്ടൊക്കെ പോയിട്ടുണ്ട്, സീനാവും ഇപ്പൊ. വേഗം നിർത്താം നമ്മള്. വേഗം നിർത്തും. സംഭാഷണം അടുത്ത നമ്മൾ പോവാണ്. സംഭാഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പാണ്ഡിത്യത്തിന് പോയ പലഹാര കൊതിയന്മാരായ മണിയന്റെയും ചോണന്റെയും കഥകൾ കൂട്ടുകാർ പഠിച്ചല്ലോ. ആ യാത്രയിൽ അവർ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിരിക്കും സങ്കല്പിച്ചെഴുതൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോണൻ പറഞ്ഞു, നെയ്യലുവ മഞ്ഞലുവ ചൊന്നലുവ ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു. ആരാ പറയുന്നത്? ചോണൻ പറയാണ് അല്ലെ. നെയ്യലുവയുണ്ട്, ചോന്നലുവയുണ്ട്, മഞ്ഞലുവയുണ്ട്, ഇതൊക്കെ പറയുന്നത്. ഇതേപോലെ ഒരു സംഭാഷണം ചോദിക്കും. സംഭാഷണം ചിലപ്പോൾ ഈ ഒരു മഞ്ഞലിവയും ചോണന്റെയും മണിയന്റെയും എന്നല്ലാണ്ട് വേറെ ചോദിക്കാം. അത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലെ. അതിന്റെ ഒരു മോഡലാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. കണ്ടോളൂ. റെഡി. ഇവിടെ ചോണൻ പറയാണ്, നെയ്യലുവ മഞ്ഞലുവ ചോന്നലുവ ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു. നീ പറഞ്ഞ പലഹാരങ്ങളൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ആരാ പറയുന്നത്? മണിയൻ പറയാണ്. ഇപ്പൊ ചോണൻ പറയാ, ഒരു തവണ അപ്പാണ്ഡിത്യത്തിൽ പോയാൽ പിന്നെ എല്ലാ വർഷവും പോകും അല്ലെ. ഒരു തവണ അപ്പാണ്ഡ്യത്തിന് പോയാൽ പിന്നെ എല്ലാ വർഷവും പോകും അല്ലെ. ഞാൻ ആദ്യം ഓർത്തു നീ ഒരു മണ്ടനായത് കൊണ്ടാ ഇത്രയും ദൂരം പോകുന്നേന്ന്. ആര് പറയാ? മണിയൻ പറയാ. ചോണം പറയും, ഇത്രയേറെ പലഹാരങ്ങൾ രുചിക്കാനുള്ള അവസരം പാഴാക്കിയാൽ അതാകും മണ്ടത്തരം അല്ലെ. ഏതാ മണ്ടത്തരം? പോവാണ്ട് നിൽക്കുന്നതല്ല, ദൂരത്ത് പോകാണ്ട് നിൽക്കുന്നതല്ല, പോവാണ്ട് നിന്നാലായിരിക്കും എന്ത് മണ്ടത്തരം എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു പാഠഭാഗത്ത് ഉള്ളതാണ്, നമ്മൾ അറിയാം, നമുക്ക് പഠിക്കുന്നതാണ്, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സംഭാഷണം എഴുതുമ്പോഴെന്താ, അതിനൊരു തുടർച്ച ഉണ്ടാവണം. എങ്ങനെയാണ് അത് തുടങ്ങുന്നത് നമ്മൾ നോക്കണം. അതിനൊരു തുടർച്ച ഉണ്ടാവണം, അതിനൊരു ഒടുക്കം ഉണ്ടാവും. നമ്മൾ നിർത്തണം, പറഞ്ഞു നിർത്തണ്ടേ സംഭാഷണം? ഓക്കെ, റെഡി. നമ്മൾ വേഗം നിർത്തും. കറണ്ടൊക്കെ പോകുന്നുണ്ട്, കലകല മഴ പെയ്യുന്നുണ്ട്. വേഗം നിർത്തും. നോട്ടീസിലേക്ക് നമ്മൾ പോവാണ്. നോട്ടീസ് എന്താണ്? നോട്ടീസ് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നു എന്ന് കരുതൂ. ഈ പരിപാടിയുടെ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി പറയാം. ഒരു നോട്ടീസ് തയ്യാറാക്കാം മക്കളെ. ഒരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നോട്ടീസ് തയ്യാറാക്കുമ്പോൾ അതിലൊരു ഹെഡിങ് നമ്മൾ കൊടുക്കണം അല്ലെ. ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്നു. പിന്നെ താഴെയായിട്ട് ആരാണ് അല്ലെ, സിയാൻ സ്കൂൾ ലീഡർ ആരാണ് ആ നോട്ടീസ് കൊടുക്കുന്നത് അല്ലെ, അവരുടെ ആ ഒരു സംഭവം എന്താണ്, അവരുടെ പേര്, അവരുടെ ഡെസിഗ്നേഷൻ കൊടുക്കണം നമ്മൾ. വേണ്ടേ? അതാണ് കൊടുത്തത്. ഇവിടെ നോക്കൂ, നമ്മുടെ നാടിനെ ശുചിത്വമുള്ള നാടാക്കി മാറ്റാൻ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് 2024 ആഗസ്റ്റ് 15-ാം തീയതി. ദിവസം വേണം, വർഷം വേണം, സമയം വേണം, ഒക്കെ വേണം. നോക്കിക്കേ, മാനാവട്ടം എവിടെയാണ്? മാനാവട്ടം UP സ്കൂളിൽ സംഘടിപ്പിക്കുകയാണ് അല്ലെ. ഇവിടെ ദിവസം കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, സ്ഥലവും കൊടുത്തിട്ടുണ്ട്, സമയം കൂടി കൊടുക്കണം കേട്ടോ. നമ്മുടെ മണ്ണും വെള്ളവും മലിനമാകാതിരിക്കാനും ഈ ഭൂമിയിലെ ജീവജാലകങ്ങൾക്ക് ജീവിതം സ്വാഭാവികമായി നിലനിർത്താനും
ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്യുന്ന സേവനം വിലമതിക്കാനാകാത്തതാണ്. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അല്ലെ, ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുക, അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് എഴുതുകയും ചെയ്യുക. അല്ലെ, മുകളിൽ എന്താണ് സാധനം എന്നുള്ളത് നമ്മൾ എഴുതുന്നു, അതിനുശേഷം എവിടെയാണ് നടക്കുന്നത് എന്ന് എഴുതുന്നു, എപ്പോഴാണ് നടക്കുന്നത് എഴുതുന്നു, സമയം എഴുതുന്നു, അതിനുശേഷം ഏറ്റവും എന്താണ് സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അല്ലെങ്കിൽ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിർത്തിയിട്ട് താഴെ ഇതാരാണ്, PTA പ്രസിഡന്റ്, ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ സ്കൂൾ ലീഡർ, അല്ലെ, അവരുടെ പേരും കൂടെ എഴുതി കൊടുക്കുക. ഇതാണ് സംഭവം. അല്ലെ, മുകളിൽ നോട്ടീസ് എന്ന് എഴുതി കൊടുക്കുക. നോട്ടീസ്, ഒരു നോട്ടീസ് എന്ന് എന്ത് ചെയ്യുക, മുകളിൽ എഴുതി കൊടുക്കുക. നോട്ടീസ് വേണമെങ്കിൽ ഒരു പെട്ടിക്കോളത്തിൽ കൂടി ആക്കിക്കോ. പെട്ടിക്കോളൊന്നും വരയ്ക്കാനുണ്ടാവില്ല, നിങ്ങളുടെ പേപ്പറിൽ തന്നെയല്ലേ എഴുതാനുണ്ടാവും. അല്ലെ, ഒരു നോട്ടീസ് നല്ലൊരു വൃത്തിയിൽ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. പോസ്റ്റർ ആണെങ്കിൽ എങ്ങനെ എഴുതുന്നത്, പോസ്റ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ടാണെങ്കിൽ പോസ്റ്റർ എങ്ങനെ എഴുതും, നമ്മൾ പോസ്റ്റർ എഴുതുമ്പോൾ നല്ലൊരു പെട്ടിക്കോളം വരയ്ക്കുന്നു. അല്ലെ, എന്നിട്ട് അതിൽ നല്ല വൃത്തിയിൽ കളറുകളൊക്കെ ചെയ്തു കൊടുക്കുന്നു, പല വലുപ്പത്തിൽ അക്ഷരത്തിൽ പല വലുപ്പത്തിൽ സേവ് എർത്ത്, അല്ലെ, സേവ് എർത്ത്, അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കും, മലയാളമാണല്ലോ അല്ലെ, പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കൂ, ഇതൊക്കെ പറഞ്ഞ പല വലുപ്പത്തിൽ അക്ഷരങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഒരു വാക്ക് ഒരു വലുപ്പത്തിലാണെങ്കിൽ ഒഴിവാക്കൂ എന്നുള്ളത് വലിയ അക്ഷരത്തിൽ വലുപ്പത്തിൽ എഴുതുക, പ്ലാസ്റ്റിക് എന്നുള്ളത് ചെറുതായിട്ട് എഴുതുക, ഒഴിവാക്കൂ എന്നുള്ളത് വലുതായിട്ട് എഴുതുക. അല്ലെ, അങ്ങനെയൊക്കെ വലുപ്പങ്ങൾ കുറച്ചിട്ട് കളറുകൾ മാറ്റിയിട്ട് നല്ല ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കുന്നത്. അല്ലെ, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കണം. അതായത് നമ്മൾ പറഞ്ഞ പോലെയാ, കണ്ടാൽ അതിനോട് ഒരു ആകർഷണം തോന്നണം, അതല്ലാണ്ട് എന്ത് ചെയ്യുന്നത്, അങ്ങനെയല്ലേ, കണ്ടാൽ അതിനോടൊരു ആകർഷണം നമുക്ക് തോന്നണം. അജാതിയുള്ള പോസ്റ്ററാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല, വൃത്തിയിൽ ചെയ്യുന്ന കാര്യം. പിന്നെ അക്ഷരത്തെറ്റില്ലാതെ വൃത്തിയിൽ നല്ല കയ്യക്ഷരത്തിൽ 2-3 ദിവസം കൊണ്ട് കയ്യക്ഷരം നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വൃത്തിയിൽ കയ്യക്ഷരമൊക്കെ നന്നാക്കിയിട്ട് അക്ഷരത്തെറ്റില്ലാതെ എന്റെ മക്കൾ എഴുതി നോക്ക്, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും മലയാളത്തിൽ. ഓക്കെ, റെഡി. നേരെ നമ്മൾ ഒറ്റൊന്നുകൂടി അല്ലെ, പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന 2 വസ്തുക്കളുടെ പേരുകൾ കൂടി എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ബാഗുകളും അതേപോലെ തന്നെ ചെരുപ്പുകളും എന്ത് ചെയ്യുന്നുണ്ട്, അവര് സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവര് ശേഖരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മളുടെ മക്കളെ നോട്ടീസ് എങ്ങനെയാ തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, എങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു സംഭാഷണം എങ്ങനെയാണ് ഒരു സംഭാഷണം തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അടുത്തതായിട്ട് ഇവിടെ വരികൾ കൂട്ടിച്ചേർക്കാൻ അല്ലെ, കവിത പൂർത്തിയാക്കാൻ വരികൾ കൂട്ടിച്ചേർക്കാം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കഥകളി, നമ്മൾ പഠിച്ച കലാരൂപങ്ങളുണ്ട്, കഥകളി, പടയണി, തുള്ളല്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അതിനെ പറ്റിയിട്ട് വലിയ എസ്സേ 10-20 പേജിൽ എസ്സേ എഴുതാനൊന്നല്ല പറഞ്ഞത്, ചെറിയ ഒരു ബ്രീഫ് ആയിട്ട് എങ്ങനെയാണ് അത് തുടങ്ങിയത്, എന്തൊക്കെ വേഷങ്ങളാണ് അതിലുള്ളത്, ഏതൊക്കെ വാദ്യോപകരണങ്ങളാണ് അതിൽ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എഴുതി കൊടുക്കും, അങ്ങോട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അല്ലെ ഇവിടെ ചെറിയൊരു പത്രവാർത്ത തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു. പത്രവാർത്ത തയ്യാറാക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. അതിന് തലക്കെട്ട് വേണം, സ്ഥലം വേണം, എന്താണ് കാര്യം എന്ന് പറയണം അല്ലെ, അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഒരു ഗദ്യഭാഗം വായിച്ചിട്ട് അതിന് ഉത്തരം എഴുതാൻ വേണ്ടി പഠിച്ചു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ തന്നിട്ടുള്ളത്. ഇതേപോലെയുള്ള മക്കളെ, ഇതേപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയിൽ, ഓണപരീക്ഷയിൽ ഈ വരുന്ന പരീക്ഷയിൽ വരുന്നത്. കണ്ടോ, നിങ്ങൾ അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നന്നായിട്ട് എഴുതുക. ഇമ്പോർട്ടന്റ് പാർട്സ്, നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷയുടെ തലേന്നൊക്കെ ലൈവായിട്ട് നമ്മൾ ചെയ്യും. അത് നിങ്ങളൊന്ന് പഠിച്ച് അതുകൂടെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതി നോക്ക്. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫുൾ മാർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് കേട്ടോ. കുറച്ച് മാർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് പാസ് മാർക്ക് ഒന്നങ്ങോട്ട് പാസ്സായി പോയാൽ മതി. അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, അത് നമുക്ക് വേണ്ട. വേണ്ട ഫുൾ മാർക്ക് നമുക്ക് കിട്ടണം. അതിന് വേണ്ടി ഓണപരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A ഗ്രേഡ് ആണെങ്കിൽ A ഗ്രേഡ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർത്തുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരുപാട് മക്കൾ ഉഷാറായിട്ട് ഇത്രയും സമയം നമ്മുടെ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് നിർത്തട്ടെ. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യണം. ലിങ്ക് മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഷമീൽ തറോൽ. അതിൽ ജസ്റ്റ് ഒന്ന് പോവാ, ഫോളോ ചെയ്യുക. ഇപ്പൊ തന്നെ കയറിക്കോളൂ, ഇൻസ്റ്റാഗ്രാം ഉള്ളവരൊക്കെ ഇപ്പൊ തന്നെ കയറിക്കോളൂ, ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഷമീൽ തറോൽ അടിച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ, ഷമീൽ തറോൽ SHAMEL കൊടുത്തിട്ടുണ്ട്, അതിലടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ
നമ്മുടെ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കാദമി ഉണ്ട്. നമ്മുടെ അക്കാദമി തന്നെയാണ്. എന്റെ ക്ലാസ് ഉണ്ടാവില്ല, പക്ഷെ നല്ല ടീച്ചേഴ്സാണ്. അവരെ നിങ്ങൾ ബന്ധപ്പെടാണെങ്കിൽ, അതായത് ആ അക്കാദമിയിൽ ഇമ്പോർട്ടന്റ് വേർഡ്സ് ആണ്. നമ്മുടെ പരീക്ഷയുടെ തലേന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് വേർഡ്സ് ഒരാഴ്ച മുമ്പേ നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു തരും. പരീക്ഷയ്ക്ക് നിങ്ങൾ അങ്ങനെ ഉഷാറാക്കി പരീക്ഷയ്ക്ക് നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ ദിവസവും ക്ലാസ്സുകളായിട്ട് എല്ലാ വിഷയവും എടുക്കും. അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. എന്താ നമ്പർ ഇവിടെ കൊടുക്കാം: 90-376-14-008 കേട്ടോ. പരീക്ഷയുടെ ആ ഒരു ദിവസം, ഒരു 5-6 ദിവസം മുമ്പേ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ടെക്നിയ വേൾഡ് ലിറ്റിൽ അക്കാദമി നമ്മുടെ ചാനലിന്റെ കീഴിൽ അക്കാദമിയാണ്. എന്റെ ക്ലാസ് ഉണ്ടാവില്ല, ബാക്കിയുള്ള ടീച്ചേഴ്സ്, സെറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്തിട്ട് അവരോട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കി തരും കേട്ടോ. അത് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്തോളൂ, പഠിച്ചോളൂ, ഉഷാറായിക്കോളൂ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നല്ല ഉഷാറിൽ അടിപൊളി സെറ്റ് മാർക്ക്, ഫുൾ മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്, ടാറ്റ.